Hi friends, welcome to Pratap Jit. VIVO V17 എന്ന ഒരു ഫോൺ വിവോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? ഈ ഒരു പ്രൈസിന് 23,000 രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. ഈ ഒരു പ്രൈസിനുള്ള ഫോൺ തന്നെയാണോ വിവോയുടെ ഈ വിവോ V17 എന്ന ഫോൺ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇതുപോലെ എനേബിൾ ചെയ്ത് വെക്കുക. വിവോ V17 ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. 23,000 രൂപയാണ് ഈ ഒരു ഫോണിന് പ്രൈസ് വരുന്നത്. അപ്പോൾ 23,000 രൂപയുടെ ഈ ഒരു ഫോണിൽ വരുന്ന ഡിസൈനും കാര്യങ്ങളും നമുക്ക് ആദ്യം നോക്കാം. പ്ലാസ്റ്റിക് ഡിസൈനാണ്, റയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് റിയൽമി എക്സ്റ്റിലൊക്കെ കണ്ട ഒരു ഗ്ലാസ് ഡിസൈൻ അതേപോലത്തെ ഒരു നല്ല ലുക്കുള്ള ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ആണെന്നുള്ളൊരു ചീപ്പ് സ്റ്റൈൽ വരുന്നില്ല. അപ്പോൾ ഒരു ക്വാളിറ്റിയുള്ള ഗ്ലാസ് ഡിസൈൻ്റെ ഒരു ലുക്ക് ഉണ്ട്. നല്ലൊരു ഡിസൈനൊക്കെയാണ് റിയർ സൈഡിൽ. ഫ്രണ്ടിൽ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അപ്പം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. നമുക്കൊരു ഒരു ചെറിയ കോർണറായിട്ട് നമുക്കൊരു ചെറിയ സെൽഫി ക്യാമറ 32 മെഗാപിക്സലിൻ്റെ ഒരു ചെറിയ വളരെ വലിപ്പം കുറഞ്ഞ തരത്തിലുള്ളൊരു സെറ്റപ്പാണ് അതിൻ്റെ സെൽഫി ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം നല്ലൊരു ഡിസൈൻ 20:9 ആസ്പെക്ട് റേഷ്യോ ആണ്. അതേപോലെ തന്നെ 91% വരുന്ന ഒരു സ്ക്രീൻ ടു ബോർഡ് റേഷ്യോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു ഡിസൈനും നല്ലൊരു ഡിസ്പ്ലേയും. പക്ഷേ നമുക്കറിയാം ഒരു ഗൊറില്ല ഗ്ലാസിൻ്റെ ഒന്നും ഉപയോഗിക്കാറില്ല പ്രൊട്ടക്ഷൻ. പകരം അവരുടെ തന്നെ പ്രൊട്ടക്ഷനൊക്കെയാണ്. അപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയ ഒരു ഗ്ലാസ് ഒക്കെ ആണെന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ടൈപ്പ് സി പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇത്തവണ ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഗൂഗിൾ അസിസ്റ്റൻ്റിനുള്ള ഒരു ബട്ടണും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേ നമുക്കറിയാം AMOLED ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ HD കണ്ടന്റുകൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള സ്ട്രീമിംഗ് സർവീസുകളിൽ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാനും സാധിക്കും. പിന്നെ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂട്ടത്തിൽ ഡാർക്ക് മോഡും ഓൾറെഡി AMOLED ഡിസ്പ്ലേ ആണ്. കൂട്ടത്തിൽ ഇതിനകത്ത് ഡാർക്ക് മോഡും അവൈലബിൾ ആണ്. അപ്പോൾ മൊത്തത്തിലൊരു സെറ്റപ്പ് ആയ ഒരു ഡിസൈനിലും കാര്യങ്ങളിലും ഡിസ്പ്ലേയിലും ഒക്കെയാണ് എല്ലാ ഫീച്ചറുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ വരവ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 7 പ്രോയിൽ കണ്ട സ്നാപ്ഡ്രാഗൺ 675 എന്ന് പറയുന്ന ആ പ്രോസസർ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം 8GB റാമും 128GB സ്റ്റോറേജും വരുന്നുണ്ട്. LPDDR4X റാമും UFS 2.1 സ്റ്റോറേജുമാണ്. ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് ആയ ഒരു സ്റ്റോറേജ് സംവിധാനമൊക്കെ ഉണ്ട്. പ്രൊസസ്സർ അത് നമ്മൾ 10-17,000 രൂപയുടെ റെഡ്മി നോട്ട് 7 പ്രോയിൽ കണ്ട ആ പ്രൊസസ്സറാണ് ഈ പറയുന്ന 23,000 രൂപയുടെ വിവോ V17 വരുന്നത്. പിന്നെ ഇതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 9 ബേസ്ഡ് ആണ്. 10ലേക്കുള്ള അപ്ഡേഷൻ അടുത്ത് തന്നെ വരുമെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. 675 സ്നാപ്ഡ്രാഗൺ പ്രോസസർ എന്തായാലും നല്ലൊരു പവർഫുൾ ആയ പ്രോസസർ തന്നെയാണ്. അത്യാവശ്യം നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗെയിമിംഗും ഒക്കെ നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആവും. എങ്കിലും 23,000 രൂപയ്ക്ക് ഈ പ്രോസസർ എന്ന് പറയുമ്പോൾ ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ എങ്കിലും വിവോയുടെ ഒരു ഈ സീരീസിൻ്റെ ഒരു സെറ്റപ്പ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്യാമറയിലാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പെർഫോമൻസ് ഒരു ഹൈ എൻഡ് പെർഫോമൻസ് അല്ലെങ്കിലും ഒരു നല്ല പെർഫോമൻസ് എന്തായാലും ഈ ഒരു ഫോണിന് ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് ക്യാമറയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ 48 മെഗാപിക്സൽ മെയിൻ ക്യാമറയാണ്. അത് ഏത് സെൻസറാണ്, സോണിയാണോ സാംസങ് ആണോ എന്നറിയില്ല. പക്ഷേ എങ്കിലും 48 മെഗാപിക്സലിൻ്റെ ക്യാമറയുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാപിക്സൽ, 2 മെഗാപിക്സൽ മാക്രോ ലെൻസ്, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ. ഇങ്ങനെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. ഫ്രണ്ട് സൈഡിൽ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. ഇതാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ക്യാമറ റിവ്യൂ നോക്കി തന്നെ മനസ്സിലാക്കുക. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4500 mAh വരുന്ന വലിയൊരു ബാറ്ററി ഉണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ടൈപ്പ് സി പോർട്ടൊക്കെയാണ്. അതിൻ്റെ ഒപ്പം ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇതിനൊപ്പം കിട്ടുന്നുമുണ്ട്. പിന്നെ ഈ ബോക്സിനകത്ത് ചാർജർ മാത്രമല്ല, ഇയർഫോൺ കിട്ടുന്നുണ്ട്, കേസ് കിട്ടുന്നുണ്ട്, സ്ക്രീൻ ഗാർഡ് കിട്ടുന്നുണ്ട്. ആ സ്ക്രീൻ ഗാർഡ് ഓൾറെഡി പ്രീ അപ്ലൈഡ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്ലൈഡ് ആണ്. ഈ രീതിയിലൊരു ബോക്സിനകത്ത് വേണ്ടുന്ന എല്ലാ കണ്ടന്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബോക്സും വരുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ്, 4500 mAh നല്ലൊരു ബാറ്ററി ഉണ്ട്. കൂട്ടത്തിൽ ഫാസ്റ്റ് ചാർജർ അടക്കമുള്ള ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും ഉണ്ട്. 18 വാട്ടാണ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സാർ വാല്യൂ വരുന്നത് ഹെഡ് സാർ വാല്യൂ 0.990യും അതേപോലെ തന്നെ ബോഡി സാർ വാല്യൂയിലേക്ക് നോക്കിയാൽ 0.250യുമാണ് വരുന്നത്. അപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു സാർ വാല്യൂയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നോക്കിയാൽ ഒരു ഓക്കെ എന്ന് പറയാവുന്ന ഒരു തരക്കേടില്ലാത്ത സെറ്റപ്പ് ഒക്കെ ഉണ്ട്. റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്. അതേപോലെ തന്നെ പ്രോസസർ സ്നാപ്ഡ്രാഗൺ 675. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ കുറെ കൂടി ബെറ്റർ ആണ് റെഡ്മി K20 എന്ന് പറയുന്ന ഫോൺ. അത് 23,000 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ 730 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയ ഒരു പ്രോസറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതേപോലെ ഗ്ലാസ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പ്ലാസ്റ്റിക് ഡിസൈനും ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിനേക്കാൾ കുറെ കൂടി ബെറ്റർ ഫുൾ സ്ക്രീനും പോപ്പപ്പ് ഒക്കെ ആയിട്ട് K20 തോന്നുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം എടുക്കുക. കാരണം നല്ല കോമ്പറ്റീഷനുള്ള പ്രൈസ് റേഞ്ചാണ് ഈ 20-23 എന്നൊക്കെ പറയുന്ന റേഞ്ച്. പ്രത്യേകിച്ചും 20,000 രൂപ റേഞ്ചിലേക്ക് വന്നാൽ നല്ല കോമ്പറ്റീഷനാണ്. നല്ല ഫോണുകൾ, നല്ല പ്രൊസസ്സറൊക്കെ ഉള്ള സ്നാപ്ഡ്രാഗൺ 730 പോലെ
നല്ല പ്രോസറൊക്കെ ഉള്ള ഫോണുകളുള്ള പ്രൈസ് റേഞ്ചാണ്. അതേപോലെ തന്നെ ഇപ്പോൾ റിയൽമി XT 730G എന്ന ഫോൺ വരാനിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം പരിഗണിച്ചിട്ട് മാത്രം ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. കാരണം നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 675 മാത്രമായിരിക്കും. അപ്പോൾ അത്രയുമാണ് നമുക്ക് വിവോ V17 കുറിച്ചുള്ള നമ്മുടെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.